തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ഗ്ലാമർ ഇനമാണ് കുടമാറ്റം. എന്നാൽ ഇത്തവണ കുടമാറ്റം വർണ്ണാഭമായിരുന്നില്ല. നിയന്ത്രണങ്ങളോടെയായിരുന്നു കുടമാറ്റം. പൊലിമ കുറച്ചായിരുന്നു കുടമാറ്റം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കുടമാറ്റം ഇത്രയും പൊലിമയില്ലാതെ അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ നിലക്കുടകളും LED കുടകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വർണ്ണക്കുടകളും ഒക്കെ തന്നെ കുടമാറ്റത്തിന് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാഴ്ച പതിവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതായത് വലിയ നിലക്കുടകൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള വർണ്ണക്കുടകൾ, പലതരത്തിലുള്ള വെറൈറ്റി കുടകൾ, അവയൊന്നും തന്നെ ഇത്തവണ കുടമാറ്റത്തിനുണ്ടായിരുന്നില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകാറുള്ള പകുതി ആളുകൾ മാത്രമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതായത് വളരെ അധികം ജനങ്ങളുടെ പങ്കാളിത്തം കുറവായിരുന്നു കുടമാറ്റത്തിന് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 6 മണിക്കാണ് കുടമാറ്റം ആരംഭിച്ചത്. പക്ഷേ അതിനു മുൻപേ തന്നെ തെക്കോട്ടിറക്ക സമയത്ത് മുതൽ തന്നെ പാറമേക്കാവ് വിഭാഗം അവരുടെ കുടകൾ മാറി തുടങ്ങി. സാധാരണഗതിയിൽ കുടമാറ്റം ഉണ്ടാകാറുള്ളതിനേക്കാൾ പകുട്ട് കുറച്ചായിരുന്നെങ്കിൽ പോലും അവർ പലതരത്തിലുള്ള ദേവീരൂപങ്ങൾ, കൃഷ്ണരൂപം, അതുപോലെ തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉൾപ്പെടുന്ന കുടകൾ ആദ്യഘട്ടത്തിൽ മാറി. തെക്കോട്ടിറക്കത്തിന് ശേഷം തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പരസ്പരം മുഖാമുഖം എത്തിച്ചേർന്നു. കുടമാറ്റം 6 മണിക്ക് ആരംഭിച്ചെങ്കിൽ പോലും 6:15 കുടമാറ്റം അവസാനിപ്പിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഏകദേശം 7:30 കൂടിയാണ് കുടമാറ്റം അവസാനിപ്പിക്കാറുള്ളത്. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ LED കുടകളാണ് കുടമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഉണ്ടാകാറുള്ളത്. അതൊന്നും തന്നെ ഇത്തവണ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, നേരത്തെ ഉറപ്പ് നൽകിയ അതേ സമയം കൊണ്ട് തന്നെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ കുടമാറ്റം അവസാനിപ്പിച്ചു. പക്ഷേ ആളുകൾ അപ്പോഴും ആവേശത്തിൽ തന്നെയായിരുന്നു. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.